ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു സീസ് ഓൺ ലേണിംഗ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് KFC കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ കേരള PSCക്ക് ചോദിക്കാൻ സാധ്യതയുള്ള കൊമേഴ്സിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, അതിൻ്റെ ആൻസേഴ്സ് ഡിസ്കസ് ചെയ്യാണ്. സോ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. First question, which of the following facilitate electronic holding and trading of shares in India? Options: NSE, BSE, NSDL ആൻഡ് സെബി. ഇതാണ് 4 ഓപ്ഷൻസ്. NSE BSE നമുക്കറിയാം എന്താണ്, സ്റ്റോക്ക് എക്സ്ചേഞ്ചസ് ആണ്. നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആൻഡ് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. സെബി മീൻസ് സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. ഇവിടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത് വിച്ച് ഓഫ് ദ ഫോളോവിങ് ഫെസിലിറ്റേറ്റ് ഇലക്ട്രോണിക് ഹോൾഡിംഗ് ആൻഡ് ട്രേഡിംഗ് ഓഫ് ഷെയർസ്. ഇന്ത്യയിൽ ഷെയർസ് ഇലക്ട്രോണിക്കലി ഹോൾഡ് ചെയ്യുകയും അതുപോലെ തന്നെ ട്രേഡ് ചെയ്യുകയും ചെയ്യുന്ന അതോറിറ്റി എന്ന് പറയുന്നത് NSDL ആണ്, നാഷണൽ സെക്യൂരിറ്റി ഡെപ്പോസിറ്ററി ലിമിറ്റഡ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി, NSDL. ആൻഡ് സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ്, ദ ഇൻസ്ട്രുമെൻറ്റ് യൂസ്ഡ് ബൈ കമ്പനീസ് ടു റൈസ് ഇക്വിറ്റി ക്യാപിറ്റൽ ഫ്രം ദ പബ്ലിക് ഫോർ ദ ഫസ്റ്റ് ടൈം ഈസ് കോൾഡ്. നമുക്കറിയാം കമ്പനിയിൽ ഷെയർസ് ഒരു പുതിയ കമ്പനി വരുന്ന സമയത്ത് അതിന് ഷെയർ ക്യാപിറ്റൽ നമുക്ക് റൈസ് ചെയ്യണം. അപ്പോൾ പബ്ലിക്കിൽ നിന്ന് ക്യാപിറ്റൽ റൈസ് ചെയ്യുന്നതിനുള്ള മെത്തേഡ് ഏതാണ്? അതിൻ്റെ ഓപ്ഷൻസ് പറയുന്നുണ്ട്: FPO, IPO, ബോണസ് ഇഷ്യൂ, റൈറ്റ് ഇഷ്യൂ. ഇവിടെ ആൻസർ പറയുന്നത് ഓപ്ഷൻ ബി ആണ്, ഇനീഷ്യൽ പബ്ലിക് ഓഫറിംഗ് അഥവാ IPO യൂസ് ചെയ്തിട്ടാണ് ഒരു ഫ്രഷ് കമ്പനി, ഒരു പുതിയൊരു കമ്പനി വരുന്ന സമയത്ത് അതിന് ക്യാപിറ്റൽ റൈസ് ചെയ്യണമെങ്കിൽ ത്രൂ പബ്ലിക്കിലൂടെ റൈസ് ചെയ്യണമെങ്കിൽ നമ്മുടെ ഇനീഷ്യൽ പബ്ലിക് ഓഫറിംഗ് ആണ് ചൂസ് ചെയ്യുന്നത്. റൈറ്റ് ഇഷ്യൂ എന്ന് പറയുന്നത് നമ്മുടെ കമ്പനിയിൽ ഓൾറെഡി ഉള്ള എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് ഒരു റൈറ്റ് കൊടുക്കുകയാണ്, പുതിയ ഷെയർസ് അവർക്ക് പർച്ചേസ് ചെയ്യാം. അതിലൂടെ അവർക്ക് ക്യാപിറ്റൽ കമ്പനിക്ക് വേണ്ടി അഗെയിൻ കോൺട്രിബ്യൂട്ട് ചെയ്യാം. ഓൾറെഡി ഉള്ള എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഷെയർ ഹോൾഡേഴ്സിന് അത്തരത്തിൽ റൈറ്റ് കൊടുക്കുന്നതിനെയാണ് റൈറ്റ് ഇഷ്യൂ എന്ന് പറയുന്നത്. ബോണസ് ഇഷ്യൂ എന്ന് പറയുന്നത് ഇതുപോലെ എംപ്ലോയീസിൻ്റെ കേസാവട്ടെ, അവർക്കൊരു സാലറിക്ക് ഒരു ബോണസ് കൊടുക്കാറുണ്ട്. ആ ഒരു ബോണസായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഷെയർസാണ് ഇഷ്യൂ ചെയ്യുന്നതെങ്കിൽ അത്തരത്തിലുള്ള ഒരു ടൈപ്പ് ഓഫ് ക്യാപിറ്റൽ ഫോർമേഷനെയാണ് എന്തെന്ന് പറയുക, ബോണസ് ഇഷ്യൂ എന്ന് പറയുക. ഇവിടെ ആൻസർ എന്ന് പറയുന്നത് IPO ആണ്, ഇനീഷ്യൽ പബ്ലിക് ഓഫറിംഗ്. അതാണ് നമ്മൾ പബ്ലിക്കിൻ്റെ കയ്യിൽ നിന്ന് ആ ഒരു ഫ്രഷ് സെക്യൂരിറ്റീസ് ഇഷ്യൂ ചെയ്യുന്നതിന് വേണ്ടി, ക്യാപിറ്റൽ റൈസ് ചെയ്യുന്നതിന് വേണ്ടിയുള്ളൊരു മെത്തേഡായിട്ട് യൂസ് ചെയ്യുന്നത്. ആൻഡ് തേർഡ് ക്വസ്റ്റ്യൻ ആണ്, കോൾ മണി മാർക്കറ്റ് റെഫേഴ്സ് ടു എ ലോങ് ടേം മാർക്കറ്റ് ഫോർ ഗവൺമെൻറ് സെക്യൂരിറ്റീസ്, മാർക്കറ്റ് ഫോർ വെരി ഷോർട്ട് ടേം ഫണ്ട്സ് ലൈക്ക് 1 day ആൻഡ് മാർക്കറ്റ് ഫോർ ബൈയിങ് ഷെയർസ്. കോൾ മണി മാർക്കറ്റ് എന്നൊക്കെ പറയുമ്പോൾ അതെന്താണ്, ഒരു ടൈപ്പ് ഓഫ് ഷോർട്ട് ടേം മാർക്കറ്റാണ്. അതായത് മണി മാർക്കറ്റിന് എക്സാമ്പിൾസ് ആണ് ഈ ഒരു കോൾ മണി എന്നൊക്കെ പറയുന്നത്. കോൾ മണി മാർക്കറ്റ് എന്ന് പറയുന്നത് എന്താണ്, മാർക്കറ്റ് ഫോർ വെരി ഷോർട്ട് ടേം ഫണ്ട്സ്. കോൾ മണി എന്ന് പറയുമ്പോൾ ഓവർ ദി നൈറ്റ് തൊട്ട് 1 day ഒക്കെ വരുന്ന ഒരു ടൈപ്പ് ഓഫ് ഷോർട്ട് ടേം ഫണ്ട് റൈസിങ്ങിന് ഉപയോഗിക്കുന്ന ഒരു മാർക്കറ്റാണ് കോൾ മണി മാർക്കറ്റ്. ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്, മാർക്കറ്റ് ഫോർ വെരി ഷോർട്ട് ടേം ഫണ്ട്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, NSE വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ വിച്ച് ഇയർ? NSE നമുക്കറിയാം നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ആൻഡ് എസ്റ്റാബ്ലിഷ് ചെയ്ത ഇയർ ഓപ്ഷൻ എ 1990 ആൻഡ് ഓപ്ഷൻ ബി 1992, ഓപ്ഷൻ സി 1994 ആൻഡ് ഓപ്ഷൻ ഡി 1996. ഇവിടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, 1992. NSE നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത് എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ളത് 1992 അതിൻ്റെ ഹെഡ് ക്വാർട്ടർ എന്ന് പറയുന്നത് മുംബൈയിലാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് ദ ഫങ്ഷൻ ഓഫ് സ്റ്റോക്ക് എക്സ്ചേഞ്ച്? താഴെ പറയുന്നതിൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ഫങ്ഷൻസ് എന്താണ്? ഓപ്ഷൻസ് ഉണ്ട്: കൺട്രോളിംഗ് ഇൻഫ്ലേഷൻ ആൻഡ് ഇഷ്യൂയിങ് കറൻസി, പ്രൊവൈഡിംഗ് ലിക്വിഡിറ്റി ടു സെക്യൂരിറ്റീസ് ആൻഡ് മാനേജിങ് ഫോറിൻ റിസർവ്സ്. ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്, പ്രൊവൈഡിങ് ലിക്വിഡിറ്റി ടു സെക്യൂരിറ്റീസ്. സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത് സെക്യൂരിറ്റീസിൻ്റെ എസ്പെഷ്യലി ഷെയർസിൻ്റെ ബൈയിങ് ആൻഡ് സെല്ലിങ്, അതിൻ്റെ ട്രേഡിങ് നടത്തുന്നുള്ളൊരു പ്ലാറ്റ്ഫോമാണ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റ് എന്നൊക്കെ പറയുന്നത്. അതിൻ്റെ മെയിൻ ഫങ്ഷൻ പറയുമ്പോൾ അപ്പോൾ എന്തായിരിക്കും, പ്രൊവൈഡിങ് ലിക്വിഡിറ്റി ടു സെക്യൂരിറ്റീസ്. ഇവിടെ പറഞ്ഞ കൺട്രോളിങ് ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് RBIയുടെ ഫിസിക്കൽ പോളിസി, മോണിറ്ററി പോളിസിയുടെയൊക്കെ മണി സപ്ലൈ കൺട്രോൾ ചെയ്യുക എന്ന് പറയുന്നത് RBIയുടെ ഫങ്ഷനാണ്.
അതുപോലെ തന്നെ കറൻസി ഇഷ്യൂ ചെയ്യുക എന്ന് പറയുന്നതും എഗെയിൻ RBIയുടെ ഫംഗ്ഷനാണ്. മാനേജിങ് ഫോറിൻ റിസർവുകൾ മാനേജ് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്നത് ഫെമയിലാണ്, ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെൻറ്റ് ആക്ട്. ഇവിടെ ചോദിച്ചിട്ടുള്ളത് ഫങ്ഷൻസ് ഓഫ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ഫംഗ്ഷനാണ്. സോ ഇവിടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്, പ്രൊവൈഡിങ് ലിക്വിഡിറ്റി ടു സെക്യൂരിറ്റീസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹു ഇഷ്യൂ ട്രഷറി ബിൽസ് ഇൻ ഇന്ത്യ? Option A, RBI on behalf of Government of India, and option B, SEBI, Securities Exchange Board of India, and option C, commercial banks, option D, LIC, Life Insurance Corporation. The right answer is option A, RBI on behalf of Government of India. ട്രഷറി ബിൽ എന്ന് പറയുന്നത് ഒരു ഷോർട്ട് ടേം ഇൻസ്ട്രുമെൻ്റ് ആണ്. ഷോർട്ട് ടേം ക്യാപിറ്റൽ റൈസ് ചെയ്യുന്ന, അല്ലെങ്കിൽ നമുക്ക് ലെസ് ദാൻ 1 ഇയർ, ഒരു വർഷത്തിൽ താഴെ വരെ മെച്യൂരിറ്റി വരുന്ന രീതിയിൽ നമുക്ക് ഫണ്ട് റൈസ് ചെയ്യണമെങ്കിൽ ഉപയോഗിക്കുന്ന ഒരു മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻ്റ് ആണ് ട്രഷറി ബിൽ എന്ന് പറയുന്നത്. ട്രഷറി ബിൽ എന്ന് പറയുന്നത് ഗവൺമെൻറ്റിൻ്റെ ആവശ്യത്തിന് വേണ്ടി ഫണ്ട് റൈസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ടൂളാണ്. സോ ഇത് ഇഷ്യൂ ചെയ്യുന്നത് RBI ആണ്. ഗവൺമെൻറ് ത്രൂ RBIയിലൂടെയാണ് ട്രഷറി ബില്ല് ഇഷ്യൂ ചെയ്യുന്നത്, അതിലൂടെ ഷോർട്ട് ടേം ഫണ്ട് കളക്ട് ചെയ്യുന്നത്. And the last question, which financial institution was set up to promote industrial development in India? Option A, NABARD, option B, SIDBI, option C, IRDAI, and option D, SEBI. ഇവിടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത് ഏത് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റിനെ പ്രൊമോട്ട് ചെയ്യുന്നത്. ഇവിടെ നബാർഡ് എന്താണ്? നബാർഡ് എന്ന് പറയുമ്പോൾ നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റിനെയും അഗ്രികൾച്ചറിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബാങ്കാണ് നബാർഡ് എന്ന് പറയുന്നത്. അപ്പോൾ നബാർഡ് എന്തായാലും ആൻസർ അല്ല. ദെൻ സിഡ്ബി എന്താണ്? സ്മോൾ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഇൻഡസ്ട്രീസിൻ്റെ ഡെവലപ്മെൻറ്റാണ് നോക്കുന്നത്. മൈക്രോ, സ്മോൾ ആൻഡ് മീഡിയം ടൈപ്പ് ഓഫ് ഇൻഡസ്ട്രീസിൻ്റെ ഡെവലപ്മെൻറ്റാണ് സിഡ്ബി നോക്കുന്നത്. സോ ഇവിടെ ഡെഫിനറ്റ്ലി ദ ആൻസർ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഓപ്ഷൻ ബി, സിഡ്ബി ആണ്. ഓക്കെ, മറ്റെന്താ നോക്കാം. സെബി നമുക്കറിയാം, സ്റ്റോക്ക് എക്സ്ചേഞ്ച് റെഗുലേറ്ററി ബോഡിയാണ് സെബി. ഓക്കെ, സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ ആണ് സെബി. സെക്യൂരിറ്റി എക്സ്ചേഞ്ചിനെ കൺട്രോൾ ആൻഡ് മാനേജ് ചെയ്യുന്ന ഒരു അപ്പെക്സ് അതോറിറ്റിയാണ് സെബി എന്ന് പറയുന്നത്. ഓപ്ഷൻ സിയിൽ പറയുന്നത് IRDA ആണ്, ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെൻറ്റ് അതോറിറ്റി എന്ന് പറയുന്നത് ഇൻഷുറൻസിൻ്റെ കാര്യങ്ങൾ മോണിറ്റർ ചെയ്യുക, കൺട്രോൾ ചെയ്യുക, പോളിസി ഫോർമുലേഷൻ ചെയ്യുക, ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് IRDA നോക്കുന്നത്. അപ്പോൾ ഇവിടെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് സിഡ്ബി ആണ്, സ്മോൾ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ഏകദേശം ഒരു 10 ക്വസ്റ്റ്യൻസ് KFC കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള കൊമേഴ്സിലെ ബേസിക് ആയിട്ടുള്ള ഒരു 10 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്.